ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി തക്കാളി ചട്നി ആയാലോ. ദോശയ്ക്കും അതുപോലെ തന്നെ ഇഡ്ഡലിക്കൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം വെളിച്ചെണ്ണ ചൂടായി വരുമ്പം നമ്മൾ എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലി പീൽ ചെയ്ത് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അങ്ങനെ ചെയ്യാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി മതി, അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മുളക് പൊടിയാണ്. അത് കാശ്മീരി ആണെങ്കിൽ നല്ല കളറും കിട്ടും, കുറച്ചും കൂടെ എരിവും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇനിയിപ്പം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ഇത് നമ്മൾ വെള്ളമൊന്നും കൂട്ടാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ കേട്ടോ. അതൊരു വേറെ ടേസ്റ്റാണ്. ഇൻ കേസ് നിങ്ങൾക്ക് നല്ലൊരു ഗ്രേവി പോലെ വേണം വെള്ളം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വഴറ്റുന്ന സമയത്ത് തന്നെ വെള്ളം ആഡ് ചെയ്യുക. കാരണം ലാസ്റ്റ് നമ്മൾ ചട്നി നേർപ്പിച്ച് കഴിയുമ്പം അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് വരിക കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഇതൊന്ന് ചൂട് തണിയാനായിട്ട് വെക്കണം. അപ്പോൾ ഇതാ അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് നരച്ചെടുക്കാം. കണ്ടല്ലോ, നല്ല അടിപൊളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവ് താളിക്കണം. അതിനായിട്ട് ചുവന്ന മുളകും കറിവേപ്പിലയും കടുകുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചട്നി ഇവിടെ സെറ്റായിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.